അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാർ മയക്കമരുന്നിനിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതും പല പേരുകളിൽ ഇന്ന് ലഭ്യമാണ്. പല രൂപത്തിലും അത് ലഭ്യമാണ്. പല ശൈലികളിലും അത് ലഭ്യമാണ്. പക്ഷേ അത് ഒരു ഹലാലാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാർ നീങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ ഖേദകരമായ ഒരു വിഷയമാണ്. ഒരുപാട് സംഘടനകൾ ഉണ്ട്. എല്ലാവിധ ക്ലാസുകളും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത്തരം മയക്കുമരുന്നിൻ്റെ പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാം അവരുടെ ഇടയിൽ ചെന്നുകൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനി വരുന്ന തലമുറ വളരെ അപകടത്തിലാകുമെന്നതിൽ സംശയം തന്നെയില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അടിമയായി സുസൈഡിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും അതും വലിയ ഒരു ഖേദകരം തന്നെയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ചെറുപ്പക്കാരികളും സുസൈഡിൻ്റെ വക്കിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതുമാത്രമല്ല, അമിതമായ മൊബൈലിൻ്റെ കാരണം കൊണ്ടും അത്തരം കാര്യത്തിലേക്ക് നീങ്ങുന്നു. മൊബൈലിൽ പല അനാചാരങ്ങളും അതുപോലെ തന്നെ മനസ്സിനെ തിരിച്ചു കളയുന്ന, ഈമാനിനെ തൊട്ട് തിരിച്ചു കളയുന്ന, ഇസ്ലാമിനെ തൊട്ട് തിരിച്ചു കളയുന്ന പല വീഡിയോസുകളും പല ചിത്രങ്ങളും അതിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എവിടെയാണ് അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനി വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ യുവാക്കൾ വളരെ അപകടത്തിലാകുമെന്നതിൽ സംശയമില്ല. 15, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാർ സമുദായത്തിലേക്ക് ഉപകരിക്കുന്ന കാലഘട്ടം, അതുപോലെ തന്നെ വീടിൻ്റെ ഒരു എല്ലാം നടും തൂണായി പ്രവർത്തിക്കേണ്ട യുവാക്കൾ, അതുപോലെ തന്നെ നാടിനിക്കും സമുദായത്തിനും സംഘടനയ്ക്കും നല്ല ഊർജത്തോടുകൂടെ ഈമാനികമായി ഇസ്ലാമികമായി പ്രവർത്തിക്കേണ്ട സന്ദർഭത്തിൽ ഇത്തരം അനാചാരങ്ങളിൽ, ഇത്തരം വേണ്ടാത്തരങ്ങളിൽ പെട്ടുപോയി ആത്മഹത്യയുടെ ഒക്കലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരം തന്നെയാണ്. ഇതൊക്കെയും മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. 1-ാം ക്ലാസ് കഴിഞ്ഞാൽ 2-ാം ക്ലാസ് മുതൽക്ക് തന്നെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും, അവരുടെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും നോമ്പിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ ആത്മസംസ്കരണത്തിൻ്റെ വിഷയങ്ങളും, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വേണോ, ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ, അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ, ഖുർആൻ ആയത്തുകൾ 1 മുതൽ 10 വരെ, +1, +2 വരെ മദ്രസ പഠിപ്പിക്കുന്നു. എന്നിട്ടും മദ്രസ വിട്ടു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് വരാതെ, നിസ്കാരത്തിലേക്ക് വരാതെ, അതുപോലെ തന്നെ ജമാഅത്തിന് വേണ്ടി വരാതെ, അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാതെ, പള്ളിയുമായി യാതൊരു ബന്ധമില്ലാതെ യഥാ ഒരു ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് 10 മിനിറ്റ് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ പറഞ്ഞ ആ കുട്ടികൾ പോലും മദ്രസ വിട്ട് കഴിഞ്ഞാൽ ആ പഠിച്ചതെല്ലാം മറന്നുകൊണ്ട്, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാതെ, ജമാഅത്തിലേക്ക് വരാതെ, ഫർള് നിസ്കരിക്കാതെ തെമ്മാടികളായി മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ഖേദകരം തന്നെയാണ്. ഇതാരെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ മൊത്തം സമുദായത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ആധുനിക ഫാഷനുകളിലേക്കും അതുപോലെ തന്നെ ആധുനിക മയക്കുമരുന്നിൻ്റെ പല വ്യത്യസ്തമായ പേരുകളിൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇവിടെയാണ് ഇസ്ലാം എന്താണെന്നും ഈമാനെന്നും മനസ്സിലാക്കേണ്ടത്. ഖുർആൻ വ്യക്തമായി പറഞ്ഞ ഒരു വിഷയമാണ്. ഇന്നമൽ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ,
ആ മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, ഈമാനുള്ളവരെ തന്നെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായിട്ടും കള്ളും കഞ്ചാവും മയക്കുമരുന്നും അതുപോലെ തന്നെ ജൂതാട്ടങ്ങളും വഞ്ചനാപരമായ ബിസിനസ്സുകളും എല്ലാം അത് ശൈത്താനിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, ശൈത്താനിൻ്റെ തിന്മയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, അതിനെ നിങ്ങൾ വിട്ടുനിൽക്കുക. ഖുർആനിൻ്റെ എത്ര സ്പഷ്ടമായ ആശയമാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും പച്ചയായി നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ ഖുർആനിൻ്റെ ആശയമാണ് ഇവിടെ മുറുകെ പിടിക്കേണ്ടത്. ഫജ്തനിബൂഹു, ഖുർആൻ പറഞ്ഞു അതിനെ നിങ്ങൾ വിട്ടുനിൽക്കുക, അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, എന്നാൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നു. പറഞ്ഞുകൊണ്ട് അല്ലാഹു നിർത്തിയില്ല. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംർ വൽ മൈസിർ, തീർച്ചയായിട്ടും ഇത്തരം കയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ജൂതാട്ടത്തിൻ്റെയും ഇത്തരം പ്രവണതകളിലൂടെ നിങ്ങളുടെ ഇടയിൽ ശത്രുതയും കുടുംബകലഹങ്ങളും ഫ്രണ്ട്ഷിപ്പിൽ തമ്മിലുള്ള ശത്രുതകളും അയൽവാസി തമ്മിലുള്ള ശത്രുതകളും അതുപോലെ തന്നെ നാട്ടിൽ തമ്മിൽ നിങ്ങളെ വെറുക്കലും, ഇങ്ങനെ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശൈത്താൻ നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം തിന്മകളിലേക്ക് ശൈത്താൻ പ്രേരണ നൽകി ശൈത്താനിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തനം ചെയ്താൽ നിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കലാണ് ശൈത്താനിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ വൈരാഗ്യം ഉണ്ടാക്കലാണ് ശൈത്താനിൻ്റെ ഉദ്ദേശം. മാത്രമല്ല വയസുദ്ദുക്കും എന്ന ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ശൈത്താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിനെ തൊട്ട് തടയാൻ വേണ്ടിയിട്ടാണ്. ഒരു കഞ്ചാവ് വലിക്കുന്ന ആൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ജൂതാട്ടങ്ങൾ പോലത്തെ പ്രവണതകൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നിസ്കാരമായി ബന്ധമുണ്ടാവൂല, ജമാഅത്തുമായി ബന്ധമുണ്ടാവൂല, പള്ളിയുമായി ബന്ധമുണ്ടാവൂല, റാത്തീബുമായി ബന്ധമുണ്ടാവുകയില്ല, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ ആശയമായി ബന്ധമില്ല. അത് ശൈത്താൻ ഏറ്റെടുത്തിട്ടുണ്ട്. ശൈത്താനിക്ക് അവൻ അടിമപ്പെട്ട് കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ഫഅൽ അൻതും മുൻതഹൂൻ, ഇതൊന്നും നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ലേ? ഖുർആനിൻ്റെ വ്യക്തമായ ആശയങ്ങളാണ്, തുറന്നുകൊണ്ട് പറഞ്ഞതാണ്. ഈ ഖുർആനിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് ശൈത്താനിക്ക് അടിമപ്പെട്ടുകൊണ്ട്, മയക്കുമരുന്നിനിക്ക് അടിമപ്പെട്ടുകൊണ്ട്, കഞ്ചാവിനിക്ക് അടിമപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പ്രേമകാമത്തിനിക്ക് അടിമപ്പെട്ടുകൊണ്ട് എത്ര ആളുകളാണ് ഇന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേർന്നു. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഈമാൻ എവിടെ പോയി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഇന്ന് മഹല്ല് കമ്മിറ്റിക്കാർക്ക് പലതും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. തൻ്റെയിടമുള്ള പ്രസിഡന്റ് ആയിരിക്കണം, തൻ്റെയിടമുള്ള സെക്രട്ടറി ആയിരിക്കണം, അതുപോലെ തന്നെ ധീരതയും വിദ്യാഭ്യാസവുമുള്ള സെക്രട്ടറിയും പ്രസിഡന്റും രംഗത്ത് വരണം. അവർ കേവലം ഉസ്താദിന് ശമ്പളം കൊടുക്കുക, അതുപോലെ തന്നെ ഉസ്താദിനെ നിർത്തുക, പിരിച്ചുവിടുക എന്നുള്ളത് മാത്രം അല്ല അവരുടെ ദൗത്യം. ഏതെല്ലാം ജമാഅത്തിൻ്റെ പരിധിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ എത്രമാത്രം ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാനുള്ള അവസരമില്ലേ? അത് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് ഈ ജമാഅത്ത് കമ്മിറ്റി നിയമം കൊണ്ടുവരണം. അവരുടെ വീട്ടിലേക്ക് നിക്കാഹിന് ഉസ്താദുമാരെ അയക്കാൻ പാടില്ല, അതുപോലെ തന്നെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും നിസ്കരിക്കട്ടെ, ഉസ്താദിനെ ഞങ്ങൾ അയക്കൂല. മയക്കുമരുന്ന് കഞ്ചാവിനെ അടിമപ്പെട്ടുകൊണ്ട് മരിച്ച ആളുകളിലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഖത്തീബ് ഉസ്താദിനെ അയക്കൂല, അല്ലെങ്കിൽ നമ്മുടെ സദർ ഉസ്താദിനെ അയക്കൂല, അല്ലെങ്കിൽ നമ്മുടെ മുദരിസ് ഉസ്താദിനെ അയക്കൂല എന്നുള്ള നിയമം കമ്മിറ്റിക്കാർ കൊണ്ടുവന്നാൽ തനിയേ ഒരു നാട്ടിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഇല്ലാതെയാകും. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവിടെയും നിയമം കൊണ്ടുവരണം. കാരണം ആത്മഹത്യ എന്നുള്ളത് വൻകുറ്റമായി, മഹാപാപമായി ഇസ്ലാം കണക്കിലാക്കിയിട്ടുണ്ട്. അത്തരം പ്രവണതകൾ ചെയ്ത ആളുകളിലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഖത്തീബ് ഉസ്താദിനെയോ മുദരിസിനെയോ അല്ലെങ്കിൽ സദർ ഉസ്താദിനെയോ അയക്കുന്നില്ല എന്നുള്ള തീർമാനം കൊണ്ടുവരണം.
എന്ന് പറഞ്ഞാൽ മറ്റാരും നിസ്കരിക്കരുത് എന്നല്ല. ആരെങ്കിലും നിസ്കരിച്ചോട്ടെ നാട്ടുകാർ, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം അനാചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്തരം അനാചാരത്തിലേക്ക് ബ്രേക്ക് ഇടേണ്ടത് മഹല്ല് കമ്മിറ്റിക്ക് സാധിക്കുമെങ്കിൽ അതൊക്കെയും ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ജമാഅത്ത് കമ്മിറ്റിക്കാരായ എല്ലാവരും അത് ചെയ്യണം, അത് ചെയ്തു കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആരെയും സൂചിപ്പിച്ചുകൊണ്ടോ ആരെയും ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പല അദാബുകളും ആകാശത്തിൻ്റെ മുകളിൽ നിന്നും ഭൂമിൻ്റെ അടിയിൽ നിന്നും അദാബുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞതാണ്, മുൻഗാമികളായ ആളുകൾക്ക് ശിക്ഷ ഇറക്കിയിട്ടുണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ. അതുകൊണ്ട് ഇസ്ലാമിനെ, പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ ധിക്കരിച്ചാൽ പലതും അപകടം നേരിടേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.